FCRA നിയമ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഓരോ ദിവസവും പുറത്തുവരികയാണ്. കേരളമാകെ ശ്രദ്ധിക്കുന്ന പാലയിലെ തിരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചാ വിഷയം വിദേശ സംഭാവന സ്വീകരിക്കൽ നിയന്ത്രണ നിയമം ഭേദഗതി വരുത്തുന്നതിനുള്ള നീക്കമായി മാറിക്കഴിഞ്ഞു. റിപ്പോർട്ട് കാണാം. പാലായിൽ LDFും UDFും FCRA ഭേദഗതി ബില്ലിനെതിരെ ശക്തമായ പ്രചാരണമാണ് സംഘടിപ്പിക്കുന്നത്. പാലാ രൂപതാ മെത്രാൻ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് ഉൾപ്പെടെയുള്ളവർ ബില്ലിനെതിരെ രംഗത്തു വന്നിരുന്നു. ക്രിസ്ത്യൻ വോട്ട് ലക്ഷ്യമിട്ട് ഷോൺ ജോർജിനെ പാലായിൽ മത്സരിപ്പിച്ചെങ്കിലും സഭയുടെ എതിർപ്പ് BJPക്ക് തലവേദനയാവുകയാണ്. സഭാ നേതൃത്വത്തോടുൾപ്പെടെ വിഷയം വിശദീകരിക്കാനുള്ള ശ്രമത്തിലാണ് BJP. FCRA വിഷയം എന്ന് പറയുന്നത് ഒരു മത നിയമമല്ല. അത് NGOസിനെ അവരുടെ സാമ്പത്തിക ഇടപാടുകളെയും വിദേശ ഫണ്ടുകളെയും നിയന്ത്രിക്കാനുള്ള ഒരു നിയമമാണ്. അത് ഒരു തരത്തിലും ഏതെങ്കിലും മതത്തെയോ മതസ്ഥാപനങ്ങളെയോ ബാധിക്കാൻ വേണ്ടി അല്ല എന്ന് വളരെ കൃത്യമായി അമിത്ഷാജിയും കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി കിരൺ റിജിജു പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ ഔദ്യോഗികമായിട്ട് ഇത്തരം കാര്യങ്ങൾ സഭയെ അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സഭയുടെ മതമേലധ്യക്ഷന്മാരുമായി സംസാരിച്ചു. അവരുടെ ആശങ്കകൾ എന്ത് തന്നെ ആശങ്കകളുണ്ടെങ്കിലും അത് ധ്രുവീകരിക്കുമെന്നും അവരുമായി ചർച്ച നടത്തുമെന്നും ഔദ്യോഗികമായിട്ട് തന്നെ സഭയെ അറിയിച്ചിട്ടുണ്ട്. ഇതിനിടയിലാണ് വിഷയത്തിൽ പ്രതികരിച്ച വൈദികരെ അധിക്ഷേപിച്ച് PC ജോർജ് രംഗത്തെത്തിയത്. ഇതോടെ PC ജോർജിന്റെ അധിക്ഷേപ പരാമർശങ്ങൾ പാലായിലും ചർച്ചയാക്കുകയാണ് LDF UDF മുന്നണികൾ. നിലവിലെ സാഹചര്യം ബോധപൂർവം രൂപപ്പെടുത്തിയതാണെന്നും ചില ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് FCRA വരുന്നതെന്നും LDF സ്ഥാനാർത്ഥി ജോസ് കെ മാണി. തീർച്ചയായും ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല വെൽഫെയർ ലോ, ക്രൈസ്തവ വെൽഫെയർ ലോ എന്നും പറഞ്ഞിപ്പോൾ അടുത്ത വരുന്നു. അതിനകത്ത് നമ്മളെ സംബന്ധിച്ചോളം ക്രൈസ്തവ സഭ കാനൻ ലോ ആണ് അല്ലേ. അതിനകത്ത് ഓരോ ചർച്ചുമായി ബന്ധപ്പെട്ട് അപ്പോൾ അതിനെയെല്ലാം മറികടന്നുകൊണ്ടുള്ളൊരു കൺട്രോളിലേക്ക് കൊണ്ടുവരാനാണ് നോക്കുന്നത്. ഇവിടെ കേരള സംസ്ഥാനത്ത് ഇപ്പോൾ തന്നെ 100 കണക്കിന് തടഞ്ഞ FCRA അക്കൗണ്ട്സ് ഉണ്ട്. രാജ്യദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിടത്ത് കാണിക്കട്ടെ, ഇന്നയാൾ ചെയ്തെന്ന് പറയട്ടെ. അത് പറയാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ അത് കൃത്യമായി ഉന്നം വെച്ചുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്യുന്നതാണ്. ന്യൂനപക്ഷങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞ് ദ്രോഹിക്കുകയാണ് ചെയ്യുന്നതെന്നും ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും UDF സ്ഥാനാർത്ഥി മാണി സി കാപ്പനും പറഞ്ഞു. FCR എന്ന് പറഞ്ഞ പരിപാടി പോക്രിത്തരമാണ്. കേന്ദ്ര സർക്കാർ ന്യൂനപക്ഷങ്ങളെ സഹായിക്കുന്നു എന്ന് പറഞ്ഞ് ന്യൂനപക്ഷങ്ങളെ ദ്രോഹിക്കാനുള്ള നടപടി ഷോൺ ജോർജ് പ്രൊവൈഡറെ നരേന്ദ്രമോദിയുടെ വരാതിരുന്നതിന്റെ കാരണം എന്താ? FCR പോലുള്ള പരിപാടികൾ കൊണ്ട് ഇവിടെ അനവധിയായ ന്യൂനപക്ഷ സമൂഹങ്ങളിൽപ്പെട്ടവരുടെ പ്രസ്ഥാനങ്ങൾ കൂട്ടിച്ച് കൈവശമെടുക്കുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം ശക്തമായ സമരങ്ങൾ ഇവിടെ പൊട്ടിപ്പുറപ്പെടും. അത് സെൻട്രൽ ഗവൺമെന്റ് പിൻവലിക്കല്ലെന്ന് പറഞ്ഞാലും ആ നിയമം പിൻവലിക്കേണ്ടി വരും. ക്രിസ്ത്യൻ വോട്ടുകൾക്ക് നിർണായക സ്വാധീനമുള്ള പാലായിൽ FCRA എങ്ങനെ പ്രതിഫലിക്കുമെന്നും ആർക്കാണ് അത് ഗുണം ചെയ്യുന്നതെന്നുമാണ് ഇനി കണ്ടറിയേണ്ടത്. ന്യൂസ് മലയാളം, കോട്ടയം.